അയാളൊരു ദുഷ്ടനാണ്. പണത്തോട് മാത്രമേ അയാൾക്ക് സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ വീടിനടുത്ത് റെയിൽവേ ട്രാക്കിൽ ആരും ആത്മഹത്യ ചെയ്തെന്നു. ബോഡി എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല സാർ. ഉള്ളതൊക്കെ വാരിക്കൂട്ടി വയ്ക്കണോ? എനിക്ക് ആരുമില്ല. ഹലോ, സി എസ് സ്പീക്കിംഗ്. എവിടെ? റെയിൽവേ ട്രാക്കിലോ? ഓ, സ്ത്രീയോ പുരുഷനോ? ഓ, അത് ശരി. ശരി, ഞാനിപ്പോൾ എത്താം. ശരി ശരി, ഓക്കെ. ആ റെയിൽവേ ട്രാക്കിലൊരു ശവം. അവിടെ വരെ ഒന്ന് പോകണം. ആ കർണാനോട് വണ്ടി ഇറക്കാൻ പറ. ശരി സാർ. പിന്നെ 4-5 കോൺസ്റ്റബിൾസ് കൂടി വേണം. ശരി സാർ. ടീച്ചർ ഇരിക്കൂ. ടീച്ചർക്ക് ഒരു കത്തുണ്ടായിരുന്നു. രാധികയുടേതാണെന്ന് തോന്നുന്നു. അന്നിവിടെ വന്ന് വല്ലാതെ കയർത്തിട്ടൊക്കെ പോയതല്ലേ. നേരിട്ട് വരാൻ മടിയുണ്ടാകും. അതുകൊണ്ട് പറയാനുള്ളത് കത്തിലാക്കി അയച്ചതാകും. മാഡം തന്നെ വായിച്ചു നോക്ക. അത് ശരിയല്ലല്ലോ. മോൾ അമ്മയ്ക്ക് അയച്ച കത്തല്ലേ. അതില് ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ലതും ഉണ്ടെങ്കിലോ? മാഡം അറിയാത്തതായി എന്തുണ്ടാകാനാ? വേണ്ട, ടീച്ചർ തന്നെ വായിച്ചാ മതി. പ്രിയപ്പെട്ട എന്റെ അമ്മയ്ക്ക് രാധിക എഴുതുന്നത്. ഞാനൊരു പാപിയാണമ്മേ. ഭർത്താവിനു വേണ്ടി അമ്മയെയും സ്വന്തം കൂടപ്പിറപ്പിനെയും ഒക്കെ പല പ്രാവശ്യം എനിക്ക് തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സാഹചര്യം അത്തരത്തിലായിരുന്നു. വിവാഹം കഴിഞ്ഞാൽ എന്തും ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചേ ആകാവൂ എന്ന് അമ്മ ഉപദേശിച്ചിട്ടില്ലേ? അത് അക്ഷരം പ്രതി അനുസരിക്കുക മാത്രമേ ഈ മകൾ ഇന്നോളം ചെയ്തിട്ടുള്ളൂ. എനിക്ക് മതി അമ്മേ. ഭർത്താവിൻ്റെ താളത്തിനൊത്ത് തുള്ളാൻ മാറ്റി. അയാളൊരു ദുഷ്ടനാണ്. പണത്തോട് മാത്രമേ അയാൾക്ക് സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ലക്ഷ്യമിട്ടതൊക്കെയും കൈവിട്ടു പോയതറിഞ്ഞ ആ നിമിഷം മുതൽ എനിക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ എത്രയെന്ന് ആർക്കും അറിയില്ല. ഇനിയും എനിക്കതിന് വയ്യമ്മേ. ഞാൻ പോകുന്നു. എങ്ങോട്ടാണെന്ന് ഒരു ലക്ഷ്യവുമില്ല. നമ്മുടെ തറവാട് വീടെങ്കിലും ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അമ്മയോടൊപ്പം എനിക്ക് അവിടെയെങ്കിലും വന്ന് താമസിക്കാമായിരുന്നു. ഇനിയിപ്പോൾ അതിനും കഴിയില്ലല്ലോ. പോകുന്നതിന് മുമ്പ് അമ്മയെ വന്നൊന്ന് കാണണമെന്നും എല്ലാം ഏറ്റുപറഞ്ഞ് ആ കാലിൽ വീടുന്ന് പൊട്ടിക്കരയണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ അതും വിശ്വസിച്ചില്ലെങ്കിലോ എന്ന് ഞാൻ ഭയന്നു. പുതിയ നാടകവുമായി എന്നെ എന്റെ ഭർത്താവ് തള്ളിവിട്ടെന്ന് പറഞ്ഞ് ആട്ടിയിറക്കിയാലോ എന്ന് ഭയം. സാരമില്ല, ഈ കത്ത് കിട്ടുമ്പോഴെങ്കിലും അമ്മയ്ക്കത് വിശ്വാസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പോകുന്നു. സ്നേഹപൂർവം, അമ്മയുടെ മകൾ രാധിക. എന്താ ടീച്ചർ? എന്താ പെട്ടെന്ന് വല്ലതായല്ലോ? എന്താ ടീച്ചർ? മാഡം, മാഡം ഞാൻ ഇറങ്ങുക. മാധവൻ എത്തിയിട്ടുണ്ട്. അയാളെന്താ ലേറ്റായേ? അയാളുടെ വീടിനടുത്ത് റെയിൽവേ ട്രാക്കിൽ ആരും ആത്മഹത്യ ചെയ്തെന്നു. ഒരു പെണ്ണാണെന്നാ പറഞ്ഞത്. സാരിയും ചെരുപ്പും ഒക്കെ കണ്ടാൽ മനസ്സിലാക്കിയതെന്നു. ബാക്കി കംപ്ലീറ്റ് ചതഞ്ഞറിഞ്ഞ മട്ടിലാണെന്ന്. വണ്ടികളൊക്കെ അതുകൊണ്ട് ലേറ്റാ. ചെല്ലപ്പം പോയിക്കോ.
എന്തു പറ്റി? ഒന്ന് പിടിച്ചേ. ബോഡി എവിടെയാ? അവിടെയാണ് സാർ. മാറടോ, മാറങ്ങോട്ട്. ആ മാറ്, അങ്ങോട്ട് മാറി നീക്ക്, മാറ്. ആ മഹസർ തയ്യാറാക്കിയോ? സാർ. ബോഡി ഒരു വശത്തേക്ക് മാറ്റണം. ശരി സാർ. നാളെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്യണം. സാർ, ബോഡി എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല സാർ. ഉള്ളതൊക്കെ വാരിക്കൂട്ടി വയ്ക്കടോ. സാർ, അതിനുള്ള ഏർപ്പാടാണ് സാർ നടക്കുന്നത്. ആ ആരാണ് ആദ്യം ബോഡി കണ്ടതെന്ന് ചോദിക്കണം. അയാളുടെ മൊഴി രേഖപ്പെടുത്തണം. സാർ, ഒന്ന് മാറിക്കേ. ഒന്ന് മാറിക്കേ. ഇയാളാണ് സാർ ആദ്യം ബോഡി കണ്ടത്. ആഹാ, ഇയാളെ നമ്മളെ സ്ഥിരം കക്ഷിയല്ലേ? ആ തമ്പിക്കോ. ഞാനാ സാറേ ഫോൺ ചെയ്തത്. എന്താ പേരെന്ന് പറഞ്ഞത്? കുരിശുമൂടി തോമസ്. ഓ, ആ. തോമാച്ചെന്ന് നാട്ടുകാർ വിളിക്കും. അല്ല, ഇത്തവണയും തോമച്ചൻ തന്നെയാണോ ആദ്യം ബോഡി കണ്ടത്? എന്ത് ചെയ്യാനാ സാറേ, എന്റെ വിധി അതാ. എന്റെ വീട് ദേ അവിടെയാ. ഇതുവഴിയുള്ള സ്ഥിര യാത്രക്കാരന് ഞാനാ. അപ്പുറത്ത് 2-3 വീടുകളിൽ എനിക്ക് ഇത്തിരിച്ച് പശുക്കറവയുണ്ട്. അല്ല, ഇത് ആത്മഹത്യ ചെയ്ത് തന്നെയാണോ? ആണെന്നാ തോന്നുന്ന സാറേ. ഒരു ഉച്ച സമയത്ത് ആ പെണ്ണിതിലെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് കണ്ടു. ആളിനെ വ്യക്തമായിട്ട് കണ്ടോ? കണ്ടു സാറേ. ഒരു 26-27 വയസ്സേ കാണത്തുള്ളൂ. വെളുത്തും മെലിഞ്ഞ് നല്ല അഴകൊക്കെ ഉണ്ട്. തോമാച്ചൻ ആള് കൊള്ളാലോ. അത് പിന്നെ ഈ വാക്കിന് ആരെ കണ്ടാലും ഞാനൊന്ന് നോക്കും സാറേ. ആ എന്നിട്ട് ഏതോ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന കൊച്ചാണെന്നാ തോന്നുന്നത്. എനിക്ക് അപ്പോഴേ സംഗതി പിടികിട്ടി. അതുകൊണ്ട് ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിക്കുകയും ചെയ്തു. ചിലതൊക്കെ ചാവാൻ വന്ന ഞാൻ വഴക്ക് പറഞ്ഞ അത് കേട്ട് തിരിച്ചു പോയിക്കോളും. പക്ഷേ ഇത് ഉറപ്പിച്ച് തന്നെയാ വന്നത്. ആ 3:30 പടിഞ്ഞാറ് വണ്ടിക്ക് ആ സാരി ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ അവൾ എന്നോട് ഈ കണക്ക് കാണിച്ചു? എനിക്ക് ആരുമില്ല. ഇയാളെന്താ ഇവിടെ? എനിക്കിനി ആരുമില്ല. എന്നെ ഒറ്റയ്ക്കാക്കി. താനങ്ങോട്ട് ചെല്ലേ. ശരി സാറേ. എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ വിളിപ്പിക്കും. വരാൻ സാറേ.
സാർ, ആ പെൺകുട്ടിയുടെ ബോഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് ആ കുട്ടിയുടെ ഭർത്താവ്. സാർ, ഹലോ, ആ ഞാൻ സി എ രാജ്മോഹനാ മാഡം. ബോഡി രാധികയുടേതാണെന്ന് തിരിച്ചറിഞ്ഞോ സാർ? അതെ മാഡം, രാധികയുടെ തന്നെയാ. ധനപാലൻ എത്തിയിട്ടുണ്ട്. അയാൾ ബോഡി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിർമ്മല ടീച്ചറെ വിവരം അറിയിച്ചോ? ഞാൻ ഇതുവരെ പറഞ്ഞില്ല സാർ. പറയണ്ടേ? പറഞ്ഞല്ലേ പറ്റൂ. ഞാനതെങ്ങനെയാ സാർ? രാധിക ഇന്നവിടെ ടീച്ചറെ കാണാനോ മറ്റോ വന്നിരുന്നു മാഡം? ഇല്ല സാർ. രാധിക ടീച്ചർക്ക് അയച്ചൊരു കത്തിവിടെ കിട്ടിയിരുന്നു. ഓഹോ, അല്ല അതിലെന്താ എഴുതിയിരുന്നേ? ശരിക്കും അതൊരു ആത്മഹത്യാക്കുറിപ്പ് തന്നെയായിരുന്നു സാർ. എല്ലാം തകർന്നവളെ പോലെ. ഉച്ചയോടെ ഈ ഭാഗത്ത് കറങ്ങി തിരിഞ്ഞു നടക്കുന്നതായി കണ്ടവരുണ്ട്. ആ, ഇനിയിപ്പോ താമസിയാതെ ടീച്ചർ വിവരം ധരിപ്പിക്കണം. ഇവിടുത്തെ ഫോർമാലിറ്റീസ് വളരെ ഫാസ്റ്റായി ഞാൻ മൂവ് ചെയ്യിച്ചോളാം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടൻ ബോഡി ധനപാലന് വിട്ടുകൊടുക്കും. ഓക്കെ മാഡം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി സാർ. ഓക്കെ മാഡം.